ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദ് ബാലുശ്ശേരിയും ഫൈസൽ മൗലവിയും ഒരേ ഗ്രൂപ്പുകാരാണ്, വിഷ്ടം ജിന്നൂരികളാണ്. കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചതിന് ശേഷം വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന ഉണ്ടാക്കുകയും അതിൽ പ്രവർത്തിച്ചു വരികയുമായിരുന്നു ഫൈസൽ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും. എന്നാൽ അവർ തമ്മിൽ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും പൊരിഞ്ഞ അടി നടക്കുകയും മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് നല്ല അടി കിട്ടിയ ഫൈസൽ മൗലവിക്ക് നല്ല പരിക്ക് പറ്റുകയും ചെയ്തു. നാക്ക് അണ്ണാക്കിലേക്ക് താണുപോകുന്ന തരത്തിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിന് കാരണമായ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. 2013 വരെ മുജാഹിദ് ബാലുശ്ശേരിയും ഫൈസൽ മൗലവിയും കേരളത്തിൽ പ്രവർത്തിച്ചവരായിരുന്നു. കേരളമുകാർ എന്താണോ പറയുന്നത് അത് അണ്ണാക്ക് തൊടാതെ വീങ്ങാൻ മുൻപന്തിയിൽ ഉണ്ടാവുകയും അത് തെരുവോരങ്ങളിൽ ഛർദ്ദിക്കലുമായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഫൈസൽ മൗലവിയുടെയും പ്രധാന ഹോബി. കേരളമുകാര് അബൂജഹൽ മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ അബൂജഹലിനെ മുസ്ലിമാക്കിയവരാണ് മുജാഹിദ് ബാലുശ്ശേരിയും ഫൈസൽ മൗലവിയും. സുന്നികൾ മുശ്രിക്കുകളാണെന്ന് കേരളം പാസാക്കിയപ്പോൾ അത് അണ്ണാക്ക് തൊടാതെ വീങ്ങുകയും അത് തെരുവോരങ്ങളിൽ കൊണ്ടുപോയി ഛർദ്ദിക്കുകയും ചെയ്തവരാണ് ഫൈസൽ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും. 2013 ശേഷം ചിത്രം മാറി ജബ്ബാർ മൗലവി എന്ന മൂത്തു നരച്ച ഇവരുടെ നേതാവ് അൽ ഇസ്ലാം മാസികയിൽ ഇരുട്ടിന്റെ മറയത്ത് തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് ഊഹിച്ചുകൊണ്ട് ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് ഒരാൾ ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല, അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞതോടുകൂടി കേരളമുകാർക്ക് ജബ്ബാർ മൗലവി മുശ്രിക്കായി. ജബ്ബാർ മൗലവി മക്കാ മുശ്രിക്കുകൾക്ക് വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തവന്റെ പണിയാണ് എടുത്തത്. അതുകൊണ്ട് നിങ്ങളാരും അതിൽ പെട്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ ഫൈസൽ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും തെരുവോരങ്ങളിൽ പറഞ്ഞു, കേരളമുകാര് ശരിയല്ല, അവർ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല. ജബ്ബാർ മൗലവി വിഗ്രഹാരാധകർക്ക് വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തവന്റെ പണിയല്ല എടുത്തത്. ജിന്ന് ഭൗതികമാണ്, ജിന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ ശിർക്കാവുകയില്ല, ജിന്നിനോട് വെളിച്ചം ചോദിക്കുന്നത് പ്രാർത്ഥന ആവുകയുമില്ല. കേരളമുകാര് ഞങ്ങളെ പഠിപ്പിച്ച തൗഹീദ് ശരിയല്ല, അള്ളാഹുവും മരിച്ചവരും മലക്കുകളും ജിന്നും അഭൗതികമാണെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയാണ് ജിന്നുകളോടും മരിച്ചവരോടും മലക്കുകളോടും ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അള്ളാഹു മാത്രമാണ് അഭൗതികം, അള്ളാഹു ഒഴികെയുള്ളതൊന്നും അഭൗതികമല്ല, അത് ഭൗതികമാണെന്നായിരുന്നു. അങ്ങനെ കുറെ കാലം തുടർന്നു പോരുന്നതിനിടയിലാണ് ഫൈസൽ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ആ തർക്കത്തിന്റെ പര്യവസാനമാണ് പൊരിഞ്ഞ തല്ലായി മാറിയത്. നമുക്ക് ആ തർക്കമൊന്ന് കേൾക്കാം. ആ ലീഡേഴ്സ് ഇതിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുക. ഒരു ഉദാഹരണം ഞാൻ നടക്കുന്ന ഒരു സ്ഥലത്ത് ആ സമ്മേളനത്തിൽ ആ സംഘടനയുടെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനെ ഒരു ചുമതല ഏൽപ്പിക്കുന്നു, ഒരു വിഷയം ഏൽപ്പിക്കുന്നു. ആ വിഷയം അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം ആത്മാർത്ഥമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം തൗഹീദിന്റെ മഹത്തായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്താ പ്രഖ്യാപനം? ജീവിതത്തിൽ ജിന്നിനോടോ മലക്കിനോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തേട്ടവും ശിർക്കാണ്. ജീവിതത്തിൽ ജിന്നിനോടോ മലക്കിനോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തേട്ടവും ശിർക്കാണ്. ഇതാണ് ഫൈസൽ മൗലവിയും മുജാഹിദ്
തർക്കിക്കാനുണ്ടായ ഏക കാരണം എന്തിനു വേണ്ടിയാണോ കേരളത്തിൽ നിന്ന് പുറത്തു ചാടേണ്ടി വന്നത്, എന്ത് കാരണം കൊണ്ടാണോ കേരളമുകാര് മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ഫൈസൽ മൗലവി അടക്കമുള്ള വിഷ്ടം ജിന്ന് മുജാഹിദുകളെ ബഹുദൈവ വിശ്വാസികൾ എന്ന് വിളിച്ചത്, കേരളമിന്റെ ആ വാദം അപ്പടി അംഗീകരിക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരി. എന്താണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത്? കേരളമുകാർ പറഞ്ഞത് ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന സമയത്താണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും വിജന പ്രദേശത്താണെങ്കിലും പുഴയിൽ വീണാലും ജിന്നിനോട് വെളിച്ചം ചോദിക്കുന്നതും കുട്ടിയെ ചോദിക്കുന്നതും, പുഴയിൽ വീണാൽ ജിന്നിനോട് രക്ഷപ്പെടുത്താൻ പറയുന്നതും, മരുഭൂമിയിലെത്തിയാൽ ജിന്നിനോട് വഴി കാണിക്കാൻ പറയുന്നതും, ജിന്നിനോട് കുട്ടിയെ ചോദിക്കുന്നതും, ജിന്നിനോട് സ്വർഗം ചോദിക്കുന്നതും തുടങ്ങി ഏതൊരു സഹായത്തേട്ടവും ഷിർക്കാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കല്ല എന്ന് പറഞ്ഞ വിഷ്ടം ജിന്ന് മുജാഹിദുകൾ ബഹുദൈവ വിശ്വാസികളാണ് എന്നായിരുന്നു കേരളമുകാർ പറഞ്ഞത്. അതേ വാദം തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരിയും പറയുന്നത്. ജിന്നിനോടുള്ള എല്ലാ തേട്ടവും ഷിർക്ക് തന്നെയാണ്. അവിടെ വെളിച്ചം ചോദിക്കലെന്നോ കുട്ടിയെ ചോദിക്കലെന്നോ വഴി ചോദിക്കലെന്നോ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയലെന്നോ ഒരു വ്യത്യാസവുമില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഫൈസൽ മൗലവിക്ക് പിടിച്ചില്ല. അയാൾ പെരുത്ത് കലിപ്പിലായി. എന്തർത്ഥത്തിലാണ് ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടവും ഷിർക്കാണെന്ന് പറയുന്നത്? പിന്നെന്തിനാണ് നമ്മൾ വിഷ്ടം ജിന്ന് മുജാഹിദ് എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ഫൈസൽ മൗലവിയുടെ ഭാവം. ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജിന്നിനോടുള്ള വിളിയാണ്. ജിന്നിനോടുള്ള എല്ലാ വിളികളും ഷിർക്കാണോ? അല്ലേ? അല്ല. ഏത് തേട്ടവും ഷിർക്കാണ്. അല്ല. കാരണം എല്ലാ വിളിയും ഷിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ഷിർക്കായി മാറണം. ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ഷിർക്കായി മാറണം. അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ഷിർക്കായി മാറണം. അതിനോടുള്ള ഏത് പ്രതീക്ഷയും ഷിർക്കായി മാറണം. എന്നാൽ അത് ഷിർക്കാണ്. നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തില്ല, വകുപ്പില്ല. ജിന്നിനോടോ മലക്കിനോടോ ഔലിയാക്കളോടോ ഉള്ള ഏത് തേട്ടവും ഷിർക്കാണ്. ഏത് തേട്ടവും ഷിർക്കാണ്. അല്ല. ഫൈസൽ മൗലവി പറയുന്നത് ജിന്നിനോടുള്ള ഏത് തേട്ടവും ഷിർക്കല്ല. അങ്ങനെയാണെങ്കിൽ ജിന്നിനോടുള്ള ഏത് പേടിയും ഷിർക്കായി മാറും. ശൈത്താനായപ്പോ പേടി മാറി, ഭയമായി. ശൈത്താനോടുള്ള ഏത് ഭയവും ഷിർക്കായി മാറണം. ജിന്നിന്റെ മുമ്പിലോ പിശാചിന്റെ മുമ്പിലോ അർപ്പിക്കുന്ന ഏത് വിനയവും ഷിർക്കായി മാറണം. ജിന്നിൽ നിന്നോ ശൈത്താനിൽ നിന്നോ ഉള്ള ഏത് പ്രതീക്ഷയും ഷിർക്കായി മാറണം. അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജിന്നിനോടുള്ള ഏത് സഹായത്തേട്ടവും ഷിർക്കാണെന്ന് പറഞ്ഞുകൂടാ എന്ന് ഫൈസൽ മൗലവി പറയുമ്പോൾ ഫൈസൽ മൗലവിയുടെ വാദം ശരിയല്ല. അയാൾ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്. അയാൾ ഷിർക്കൻ വിശ്വാസത്തിലാണ് ഉള്ളതെന്ന് മുജാഹിദ് ബാലുശ്ശേരി തുറന്നു പറയുകയാണ്. 2013 വരെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നവർ, അതിനുവേണ്ടി ഏത് പച്ചക്കള്ളവും പടച്ചുവിടാൻ മടിയില്ലാതിരുന്ന മുജാഹിദ് ബാലുശ്ശേരിയും ഫൈസൽ മൗലവിയും സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്നത് കേട്ട് സഹിക്കവയ്യാതെയാണ് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയതിന്റെ തിരിച്ചടി സ്വന്തം പാളയത്തിൽ നിന്ന് കിട്ടിയപ്പോൾ സഹിക്കവയ്യാതെയാണ് വിഷ്ടം ജിന്ന് മുജാഹിദ് ഉണ്ടാക്കി അവിടെ നിന്ന് പുറത്തു പോകുന്നത്. അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളായി മുദ്രയടിച്ചുകൊണ്ട് കേരളമുകാര് പുറത്താക്കിയത്. വിഷ്ടം ജിന്ന് മുജാഹിദ് രൂപീകരിച്ചപ്പോഴെങ്കിലും മുസ്ലിമാണെന്ന് അംഗീകരിക്കുമെന്ന് വിചാരിച്ച ഫൈസൽ മൗലവിക്ക് തെറ്റിപ്പോയി. ആദ്യമൊക്കെ ഒന്നും മിണ്ടാതിരുന്ന മുജാഹിദ് ബാലുശ്ശേരി അല്പസ്വല്പം കുറച്ച് വേദികളിലൊക്കെ സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി മിണ്ടാതെ അങ്ങ് പോയി. എന്നാൽ കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരിയെ സ്റ്റേജിന്റെ പുറത്ത് നിലത്തിരുത്തിയപ്പോഴാണ്
മുജാഹിദ് ബാലുശ്ശേരിയുടെ തനി സ്വഭാവം പുറത്തു വന്നത്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടവും ഷിർക്ക് തന്നെയാണ്. വെളിച്ചം ചോദിക്കാൻ പാടില്ല, വഴി ചോദിക്കാൻ പാടില്ല, പുഴയിൽ വീണാൽ രക്ഷപ്പെടുത്താൻ പറയാനും പാടില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചത്. ഇത് ഫൈസൽ മൗലവിക്ക് ചില്ലറയൊന്നുമല്ല, പ്രകോപനമുണ്ടാക്കുകയാണ് ചെയ്തത്. കേരളമുകാര് അടിച്ചതിനേക്കാൾ വലിയൊരടിയാണ് മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മുജാഹിദ് ബാലുശ്ശേരിയെ എതിർക്കാനോ തിരുത്തിക്കാനോ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ശരിയല്ലെന്ന് പറയാനോ, ജിന്നിനോടുള്ള എല്ലാ സഹായത്തട്ടവും ഷിർക്കല്ലെന്ന് പറയണം മുജാഹിദ് ബാലുശ്ശേരിയോട് ആവശ്യപ്പെടാനോ ഫൈസൽ മൗലവിക്ക് കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ നാവ് അണ്ണാക്കിലേക്ക് താണുപോയിരിക്കുകയാണ്. ശരീരത്തിന് അടികിട്ടി പരിക്ക് പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ പരിക്കാണ് ഫൈസൽ മൗലവിക്കും വിട്ടംകിന്ന് മുജാഹിദിനും മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മുജാഹിദ് ബാലുശ്ശേരി ഫൈസൽ മൗലവിയെ ശാരീരികമായി ആക്രമിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പരിക്ക് ഫൈസൽ മൗലവിക്ക് ലഭിക്കുമായിരുന്നില്ല. അതിനേക്കാളേറെ ഗുരുതരമായ പരിക്കാണ് ഫൈസൽ മൗലവിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയതിനുള്ള തിരിച്ചടി കൂടിയാണെന്ന് ഫൈസൽ മൗലവി ഓർക്കുന്നത് നന്ന്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.